ഹായ് കൂട്ടുകാർ, നമുക്കൊരു കൂൺ റോസ്റ്റ് കണ്ടാലോ? ഇതാ ഞാൻ കൂൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വെളുത്തുള്ളി മൂത്ത് വരട്ടെ കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. നമുക്കിനി ഇഞ്ചിയും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ഇഞ്ചിയും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഞാനൊരു 3 സവാള നുറുക്കി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറായി വരണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം. ഞാൻ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മുളക് ഇട്ട് ഇപ്പോൾ ആ വെളുത്തുള്ളി ഇടണയ്ക്ക് മുമ്പ് ആ മുളക് ഇട്ടില്ലേ, അന്നേരം ഇടേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളകും സാദാ മുളകും കൂടെ ഒരുമിച്ച് പൊടിപ്പിച്ചതാട്ടോ. ഞാനത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നല്ലോണം മൂത്ത് വരട്ടെ. ഓരോ പൊടികൾ ഓരോന്നായിട്ട് ഇടണം കേട്ടോ, ഒരുമിച്ചിടാതെ. നമുക്കിനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നല്ലോണം ഇതായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതായിട്ട് വെന്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ ഇറങ്ങി വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വാടണം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല അല്ല, ഇവിടെ ഞാൻ പൊടിച്ച മസാല കേട്ടോ. ഞാനത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വേവാൻ വേണ്ടി ഒന്ന് അടച്ച് വയ്ക്കാം. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ, അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ കറിയേക്കാളും ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ കൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈ കറി ഒരു 5-6 മിനിറ്റിനുള്ളിൽ റെഡിയാവും. നല്ല എളുപ്പത്തിൽ റെഡിയാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിടണം. ഞാൻ ഗ്യാസ് കുറച്ചാട്ടോ വെച്ചേക്കണേ. ഒന്നുകൂടെ നമുക്ക് അടച്ച് വയ്ക്കാം. ചിക്കൻ കറിയുടെ മണമാട്ടോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ. നല്ല സ്വാദുണ്ട്, നല്ല മണവും നല്ല സ്വാദും. ആ കരിവേപ്പിലയുടെയും പിന്നെ നമ്മുടെ ആ മല്ലിയിലയുടെയും ഒക്കെ മണം ഇനി ഇറങ്ങി വരും. ഇതാ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാനിനി നാളെ വരാം.